ഹലോ, ഇന്ന് നമുക്ക് വഴുതനങ്ങ കൊണ്ട് വ്യത്യസ്തമായ രീതിയിലൊരു കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്കതിനാവശ്യമായത് വഴുതനങ്ങ, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പിന്നെ ഒരു മുട്ട. ഇനി നമുക്കൊരു ചട്ടി വെക്കാം. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിലോട്ട് സവാള അരിഞ്ഞു വച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് നന്നായിട്ട് വാട്ടാം. ഇനി അതിലോട്ട് കുറച്ച് തക്കാളിയും കൂടെ അരിഞ്ഞു വച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അത് വെന്ത് വരുന്ന സമയത്ത് വേറൊരു ചട്ടി വെച്ച് അതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് മുട്ട അതിലോട്ട് ഒന്ന് ചിക്കി വറുത്തെടുക്കാം. ഇനി ഈ മുട്ട മാറ്റിയിട്ട് അതേ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് മസാല മൂപ്പിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ചട്ടിയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി മറ്റേ സവാള വാട്ടാൻ വെച്ച് ചട്ടി നമുക്ക് തുറന്ന് അതൊന്ന് ഇളക്കി കൊടുക്കാം. അത് ഇപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്നൊരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇടണം. ആദ്യം ഇട്ടത് പോരെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന കറി. ഇതിനെ ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി മല്ലിയിലയും വേപ്പിലയും കൂടെ ഇട്ട് ഇത് നമുക്ക് ഇറക്കാം. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് കൂടി ഈ രീതിയിൽ വെച്ചാൽ തീർച്ചയായും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.